പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടിപൊളി ഒരു ഷൂട്ട് കാണാം. ഉണ്ടോ, നല്ല അടിപൊളി ഒരു കരിമീൻ നിൽപ്പുണ്ട്. നല്ല സൈസുള്ള ഒരെണ്ണം. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി ഒരു കരിമീനല്ലേ? ഇവിടെ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ കിട്ടിയുള്ളൂ കേട്ടോ. അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. ഓടാനുള്ള സമയം കൊടുക്കത്തില്ല. അന്നേരം അടിച്ച് അതിൻ്റെ ഉള്ള റിലേയും കൂടെ പോയാ കയറി വന്ന്. നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. അവിടെ ചെല്ലുമ്പോൾ അടിപൊളി ഒരു കണമ്പിനെ അടിക്കുന്നതാണ്. പക്ഷേ ആ കണമ്പിൻ്റെ സൈഡിലെങ്ങാണ്ടാണ് വന്ന് കൊണ്ടത്. എന്തോ അത് മിസ്സായിപ്പോവും. നമ്മൾ ചെവിട്ടി തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ആ കല്ലിൻ്റെ മണ്ട അടിച്ചു നോക്കട്ടെ. ഉണ്ടോ? ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? കറക്റ്റ് അതിനെ കൊണ്ട് ഞാൻ വെച്ചാൽ പാറയെ കൊള്ളുന്നു. പക്ഷേ കുഴപ്പമില്ല. ചിലതൊക്കെയാണ് നമ്മൾ അമ്പ മേളത്തെ വെള്ളത്തിൽ തട്ടുമ്പോഴേ അവിടെ നിന്ന് ഒരൊറ്റ പോക്കായിരിക്കും. എന്നാലും ഈ കൈ ഇരിക്കുന്ന അമ്പ് സെറ്റപ്പ് അമ്പാണ് കേട്ടോ. അത് ഇനി എത്ര നാൾ ഈ അമ്പ് നിൽക്കുമെന്ന് അറിയത്തില്ല. വേറെ ഒരു അമ്പുമില്ല, ഈ ഒറ്റ അമ്പേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ നമ്മൾ അടിപൊളി 2 കരിമീനെയും കൂടെ അടിച്ചെടുക്കുന്നു. അടുപ്പിച്ച് തന്നെ 2 എണ്ണം അടിച്ചെടുക്കുന്നുണ്ട്. ഇത് പായത്തിന് അതിനൊക്കെ കിട്ടുന്നത്. കാറ്റ് നല്ല രീതി അടിക്കും തോറും കണ്ട് ഇതിപ്പോൾ തെളിഞ്ഞ് കിടക്കുവന്നേ. കുറച്ച് കഴിയുമ്പോൾ നല്ല കാറ്റടിക്കുന്ന സമയത്ത് അതങ്ങ് കളറങ്ങ് മാറും. അതാ കുഴപ്പം. അപ്പം ഞാൻ അടിച്ച് പാറയുടെ ഇടക്കറായിരിക്കാൻ വേണ്ടി അയ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ ബ്രൈറ്റിലൊന്ന് പിടിച്ചോളാം. അങ്ങനെ അവനാ പിടിച്ച് ഞാൻ കരക്ക് കയറ്റി. മിക്കവാറും ഞാൻ ആ ഭാഗത്തൊക്കെ ഫിഷിങ്ങിന് പോകുന്നിടത്ത് ഇവനെ കാണും. നമ്മളെ കൂടെ കൂടും. ഒരു ദിവസം കാര്യം പറഞ്ഞു പോകാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മുടെ കൂടെ കൂട്ടുന്നത്. അപ്പം മുഷി പറയത്തില്ല, നമ്മളങ്ങ് നടക്കും. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുഷിഞ്ഞ് ഒരു പരിവായിരിക്കും പോകുന്നത്. അതൊക്കെ പിടിച്ചാൽ ഇവിടുന്ന് ഈ 2 കരിമീനെ കിട്ടിയോളൂ. നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. ഇന്ന് മൊത്തം കരിമീൻ്റെ കളിയാട്ടോ. കരിമീൻ മതി, ബാഹയൊന്നും കണ്ടില്ല.
ഇവിടുന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. നിങ്ങൾക്കൊരു കാര്യം കാണണം. ഞാൻ ഈ മീൻ പിടിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോയപ്പോഴും ഒരാൾ ചെറിയൊരു ടെപ്പിക്കകത്ത് തലയിട്ട് എടുക്കാൻ വയ്യാതെ പോകുന്ന കാണണം. ഇച്ചിരി അത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അതങ്ങ് നിൽക്കും കേട്ടോ. നിന്നിട്ട് ഞാൻ നോക്കും അടിച്ചെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കുപ്പിക്കകത്ത് അടിച്ച് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ആ കുപ്പി ചെറിയ കുപ്പിയായിരുന്നു. അടി കൊണ്ടു കഴിഞ്ഞാൽ തല ഉൾപ്പെടെ ആയിരിക്കും അകത്ത് പോകുന്നത്. അത് ഞാൻ മെനക്കെടാൻ നിന്നില്ല. ഇല്ലായിരുന്നു ഇത്രയും സമയം മതിയായിരുന്നു എനിക്ക് അടിച്ചെടുക്കാൻ. ഞാൻ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അത് തിരിഞ്ഞങ്ങ് പോയി. ആ കുപ്പി ചെറിയ കുപ്പിയാണ്. നമ്മുടെ കയ്യിലൊരു 3 വിരൽ അതിനകത്ത് കയറും. ആ ഒരു വീതിയേ ഉള്ളൂ. കുപ്പിയായിരുന്നു നമുക്ക് അടിച്ചെടുക്കാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലയ്ക്ക് കൊള്ളും. അതുകൊണ്ട് ഇതിനെ പിടിച്ചാലും കിട്ടത്തില്ല. അതന്നേരം പോയി. ഞാനും അങ്ങ് പോയി. ആ കുപ്പിയും കൊണ്ട് ഇനി ആശാൻ ഇനി എന്തോ ചെയ്തോ എന്തോ ഇനി ചത്തുപോത്തേ ഉള്ളൂ. കാരണം എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതങ്ങ് ഓടിപ്പോവില്ലേ. അപ്പോൾ അതിനെയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അടുത്തടുത്തോട്ട് വന്ന് ഇവിടുന്ന് തകർക്കുക. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് മീനാണ് കേട്ടോ. ഇന്നത്തെ ഷൂട്ടിലെ ലാസ്റ്റ് മീനാണ്. നമ്മൾ നിർത്തുക. വിശന്നൊരു പരുവമായി കുഴഞ്ഞു. രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനകത്തൊരു ചെമ്പലിയുടെ ഷൂട്ട് കിട്ടിയില്ല കേട്ടോ. നമ്മൾ റബ്ബർ മാറ്റുന്ന സമയത്ത് ഞാൻ ക്യാമറ ഊരി മാറ്റി വെച്ചു. ആ റബ്ബർ ഇടുന്ന സമയത്ത് ഞാൻ അത് എടുത്ത് സെറ്റ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ വീഡിയോ കിട്ടാൻ